ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് നമ്മൾ ഒരു പഴവും പാലും ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു കിടിലൻ റെസിപ്പി കേട്ടോ. എത്ര കഴിച്ചാലും മതിവല്ല, അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഐറ്റം തന്നെയാണ്. മാത്രമല്ല വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഓടിപ്പോയി തയ്യാറാക്കി കൊടുക്കാനും പറ്റും. പഴവും പാലും ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കൂടെ തന്നെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ അടിപൊളി റെസിപ്പി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ റെസിപ്പി ചെയ്യാനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു പഴമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഏത്തപ്പഴമാട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറുപഴമല്ല, ഏത്തപ്പഴമാട്ടോ നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ തീരെ അങ്ങ് പച്ചപ്പഴം എടുക്കരുത് കേട്ടോ. ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇതിലും ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ചെറുതാക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഇതേപോലൊരു വലുപ്പത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വേറൊരു പാൻ എടുത്തിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നെയ്യ് ചേർത്ത് പതുക്കെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ പഴവും അതേപോലെ തന്നെ കുറച്ച് കാഷ്നട്ടും മുന്തിരിയും കൂടി പതുക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നെയ്യിലാണല്ലോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഒഴിച്ചത്. നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് കാഷ്നട്ടും അതേപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കാഷ്നട്ടൊക്കെ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അല്ല, മുന്തിരിയാണ് കുറച്ചും കൂടി ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്തിരിയാണെങ്കിലും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം കാഷ്നട്ട് പതുക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രമേ മുന്തിരിയും കൂടി ചേർത്ത് ഒന്നങ്ങ് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കാനായിട്ട് പാടുള്ളൂ. കണ്ട് നന്നായിട്ട് മുന്തിരിയാണെങ്കിലും ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ ശരിക്കും റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ബാക്കി വന്ന അതേ നെയ്യ് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും കൂടി ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നെയ്യിലൊക്കെ ഇട്ട് വരട്ടിയെടുക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഗ്യാസ് ഈ സമയം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി കേട്ടോ. ഇവിടെ എല്ലാത്തിലേക്കും നെയ്യൊക്കെ പറ്റി പതുക്കെ ഒന്ന് വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് മധുരത്തിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പഴവും പഞ്ചസാരയും ആ നെയ്യിലൊക്കെ കിടന്നുകൊണ്ട് ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ഈ റെസിപ്പിക്ക്. അപ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് ശരിക്കും ഒന്ന് പതുക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. അപ്പോൾ ഇതങ്ങ് കോരിയെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ പാലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടോ, നെയ്യിലൊക്കെ കിടന്നുകൊണ്ട് എല്ലാം നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കവർ പാലാട്ടോ എടുത്തിരിക്കുന്നത്. 500 ml ഒരു കവർ പാൽ, അതായത് 250 ml കപ്പിൽ 2 കപ്പ് പാലാണ് നമ്മൾ എടുക്കുന്നത്. പാൽ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ. നമ്മുടെ മിക്സ് റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം മൈദയോ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ കോൺഫ്ലവറോ ഏതാണെങ്കിലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പാൽപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്ത് പാൽപ്പൊടിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പാലിൻ്റെ കൂടെ ഒന്നും കൂടി നല്ല ടേസ്റ്റേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഓപ്ഷനിലാണ്. കോൺഫ്ലവറോ അരിപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ മൈദയോ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം അത് മിക്സ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നല്ല കട്ടിക്ക് ഇരിക്കുകയുള്ളൂ. പാലാണെങ്കിലും നല്ല പോലെ തന്നെ ചൂടായി ശരിക്കും ഒന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നാൽ 1/2 കപ്പ് തികച്ചെടുത്തിട്ടുമില്ല. അപ്പോൾ അത്രയും മധുരമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള റെസിപ്പിക്കൊക്കെ നല്ല മധുരത്തിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് പഞ്ചസാരയൊക്കെ നലന്ന് വരാൻ തുടങ്ങിയപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് വെള്ളമൊന്ന് ചേർത്ത് ഇതേപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങ് ഇളക്കിയെടുക്കാനാണെങ്കിലും ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നല്ല പോലെ തന്നെ നമുക്ക് കിട്ടുള്ളൂ.
നമ്മുടെ മൈദയിലേക്കും അതേപോലെ തന്നെ പാൽപ്പൊടിയിലേക്കും കുറച്ച് വെള്ളമൊന്ന് ചേർത്ത് ഒന്ന് മിക്സാക്കി വെച്ചാൽ മാത്രം മതിയാവും. വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ പാലോ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ തന്നെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ട് തിളച്ച് ശരിക്കും ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് കുറുക്കിയെടുക്കരുത്. നമുക്ക് കഴിക്കാവുന്ന ആ ഒരു പരുവത്തിന്, എന്നാൽ ചെറിയൊരു കട്ടിപ്പുണ്ടാവുകയും വേണം. അത്രയും മാത്രം മതിയാവും. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത പഴത്തിൻ്റെയും പഞ്ചസാരയുടെയും മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന കാഷ്നട്ടും അതേപോലെ തന്നെ മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി ഒരു കറക്റ്റ് പാകത്തിനാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ അതൊന്ന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ നേരത്ത്. നല്ല കട്ടിയായിട്ടിരിക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ശരിക്കും ഒന്ന് തിളച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങ് ഗ്യാസ് ഓഫ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ സമയത്ത് മധുരമൊക്കെ നോക്കുക. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഒരുപാടങ്ങ് മധുരം ചേർത്ത് കൊടുക്കേണ്ട, നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ശരിക്കും ഒന്ന് തിളച്ച് ഒന്ന് മിക്സായി വരുന്നുണ്ട്. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. സാധാരണ നമ്മൾ പായസമൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മധുരത്തിൽ തന്നെയാണ് നമുക്ക് ഈ റെസിപ്പിയും വരുന്നത്. പഴവും അതേപോലെ തന്നെ പാലും കാഷ്നട്ടും എല്ലാം നെയ്യും കൂടി ഒക്കെ ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ടേസ്റ്റ്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും വരും. വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പാലോ പഴമോ ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ വെറുതെ കളയാതെ ഇതേപോലെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഴം അതേപോലെ തന്നെ കുറച്ച് കാഷ്നട്ടും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഏറ്റവും ലാസ്റ്റ് ഏറ്റവും മേളിലും കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഒരു ചെറു ചൂടോടുകൂടി കഴിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. അപ്പോൾ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതിലെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ.